ഹായ് ഹലോ വെൽക്കം. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു ഒരു കഥ പറഞ്ഞാലോ. നമുക്ക് അപ്പോൾ ആ ഒരു വെബ് സീരീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് നമ്പർ 2 കണ്ടാലോ, അതായത് ലോക്ക് ആൻഡ് കീയുടെ. ഓക്കെ, അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡ് നമ്പർ 1 കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക, 1 കാണുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മ. അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസ് ആണ്. അവിടെ നമ്മുടെ ബോഡിയും കിൻസിയും അമ്മയും കൂടി കിച്ചണിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അമ്മ മിററിൽ ട്രാപ്പായി പോയല്ലോ. അപ്പോൾ കെൻസിയും ടൈലറും ബോഡിയും കൂടാണ് അമ്മേനെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് അമ്മ അത് മറന്നുപോവുകയും ചെയ്തു. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ബോഡി അവൻ്റെ സ്കെച്ച് ബുക്കിൽ ഈ ഒരു ഡച്ചിൻ്റെ, അതായത് ആ ഒരു എക്കോയുടെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഇതാരാണോ, ഒരു ലയറാണോ വിച്ചാണോ എന്നുള്ള രീതിയിൽ അവൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. മാത്രമല്ല എനിവേർ കീ ബോഡി എക്കോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും തിരിച്ചെടുക്കണം എന്ന് അവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കെൻസി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ കഴിഞ്ഞ രാത്രിയിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആ ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു മിറർ വേണം എന്ന് പറഞ്ഞല്ലേ ബോഡിയുടെ റൂമിലുള്ളത്, എൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് കോളിംഗ് ബെല്ല് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ഏതോ ഒരു ഹാർഡ്വെയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അമ്മ പെട്ടെന്ന് അങ്ങോട്ട് പോയ സമയത്ത് കെൻസി പെട്ടെന്ന് ബോഡിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് കെൻസി പറയാണ്, ചിലപ്പോൾ നമ്മളിത് ഹാലൂസിനേറ്റ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ അമ്മയ്ക്കും ഇതൊക്കെ ഓർമ്മ വരണ്ടേ അല്ലേ, ചിലപ്പോൾ ഈ ഒരു പഴയ വീടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നുന്നതായിരിക്കും അല്ലേ ബോഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോഡി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഓർമ്മ വരാത്തത് അമ്മ പ്രായമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മ വളർന്നുകൊണ്ടാണ്. നമ്മളെപ്പോലുള്ള കൊച്ചു കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു മാജിക് ഒക്കെ വർക്ക് ആവത്തുള്ളൂ, അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെൻസി പറയാണ്, നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇത് റിയൽ വേൾഡ് ആണ്, ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കെൻസി ബോഡിനോട് തർക്കിക്കുകയാണ്. അപ്പോൾ ബോഡി പെട്ടെന്ന് അന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബോഡി അടുത്തുള്ള ഒരു റൂമിൽ ചെന്നിട്ട് അവിടുത്തെ മിററിലോട്ട് ഈ ഒരു കീ ഇടുകയാണ്. അപ്പോൾ കെൻസിയുടെ റിഫ്ലക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ബോഡി സൈഡിൽ നിന്നുകൊണ്ട് കെൻസിയുടെ റിഫ്ലക്ഷനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും റിഫ്ലക്ഷൻ മാത്രമാണോ, ശരിക്കുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കെൻസിയുടെ റിഫ്ലക്ഷൻ കെൻസിനെ ഹാലൂസിനേറ്റ് ചെയ്ത് ആ ഒരു മിററിനുള്ളിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ടൈലർ അങ്ങോട്ട് വരുന്നത്. ടൈലർ പെട്ടെന്ന് ഓടി വന്നിട്ട് ഈ ഒരു കീ എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കളിക്കുകയാണോ, ഇത് തമാശയാണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ കെൻസിയോട് ടൈലർ വഴക്കുണ്ടാക്കുവാണ്. എന്നിട്ട് ടൈലർ പെട്ടെന്ന് ബോഡിയോട് ചോദിക്കുന്നുണ്ട്, ബോഡി നിനക്ക് വേറെ ഏതെങ്കിലും കീ കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബോഡി പറയാണ്, ഇല്ല, എനിക്ക് ഒരു കീ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കെൻസി അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ബോഡി വെയിറ്റ്, നീ എൻ്റെ ബ്രേസ്ലെറ്റിൽ നിന്ന് ഒരു കീ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എവിടെയും കൊണ്ടുപോകുന്നു, ഏത് ഡോറ് വഴി പോകാൻ പറ്റുന്ന കീ എന്ന് പറഞ്ഞിട്ട് ആ കീ എന്തേലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോഡി കള്ളം പറയാണ്, അത് കളഞ്ഞു പോയെന്ന്. അപ്പോൾ കെൻസി വിശ്വസിക്കുന്നില്ല, നീ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണല്ലോ, അപ്പോൾ നീ അത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ കോളേജിലോട്ട് പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്നിട്ട് കെൻസി ബോഡിയോട് പറയുന്നുണ്ട്, ബോഡി സൂക്ഷിച്ചിരിക്കണം, വേറെ ഏതെങ്കിലും കീ കിട്ടുവാണെങ്കിൽ തന്നെ നീ അതിനകത്ത് ടച്ച് ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത് ഞങ്ങൾ വരുന്നിടം വരെ അത് അനക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കെൻസിയും ടൈലറും കൂടി കോളേജിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ടൈലറിന്റെ ഫ്രണ്ട്സ് വഴിയിൽ ടൈലറിനെ പിക്ക് ചെയ്യാനായിട്ട് കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെൻസി പോകുന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് പോവാണ്, ഇത് എന്ത് സ്ഥലമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് നമ്മൾ ആരോടെങ്കിലും പറയുവാണെങ്കിൽ നമുക്ക് വട്ടാവും എന്നൊക്കെ ആൾക്കാർ പറയത്തുള്ളൂ എന്നൊക്കെ കെൻസി ഇങ്ങനെ ടൈലറിനോട് പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ തന്നെ ടൈലർ പറയുന്നുണ്ട്, നീ ദയവ് ചെയ്ത് ഇപ്പം തന്നെ എല്ലാവരും നമ്മളെ ഒരുമാതിരി ഭ്രാന്തന്മാരെ നോക്കുന്ന പോലെ നോക്കുന്നത്, ഇതും കൂടി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ടൈലർ കെൻസിനെ ഓൺ ചെയ്യാണ്. എന്നിട്ട് ടൈലർ വന്ന ഫ്രണ്ടിന് കെൻസിനെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. വന്ന ഫ്രണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ വീടില്ലേ, അത് ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു വീടാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് ഈ വീട്ടിൽ വരാൻ. എന്താ കാര്യം എന്ന് ടൈലർ ചോദിക്കുമ്പോൾ, നേരത്തെ ഒരു പെൺകുട്ടി ഇവിടോട്ട് വന്നിട്ട്, അതായത് കുറച്ച് നാൾക്ക് മുന്നേ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് തിരിച്ചു പോയത് കോമ സ്റ്റേജിലാണ്, ശരിക്കും ഒരു വെജിറ്റബിൾ പോലെ, അനങ്ങത്തും ഇല്ല, ഒന്നുമില്ല, അങ്ങനെയാണ് ഇവിടുന്ന് പോയത് എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കോളേജിലോട്ട് പോകാനായിട്ട് വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മളെ കട്ടായി കാണിക്കുന്നത് ബോഡീനെയാണ്. ബോഡി ആ ഒരു വീട് മുഴുവൻ അവന്റെ ഒരു കളിപ്പാട്ടം ടോയ് വെച്ചിട്ട് തെരഞ്ഞു നടക്കുന്നുണ്ട്. അതായത് അവിടെ എന്തെങ്കിലും ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ കളറിൽ ഉള്ള ഒരു നീളത്തിലുള്ള കമ്പ് പോലത്തെ ഒരു ടോയ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഇവനിങ്ങനെ സോൾജിയർ ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഇമാജിനേഷനിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരൊക്കെ ഈ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ആൾ സോൾജിയർ ബാവയോട് അവനിങ്ങനെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ ഒരു കളറുള്ള ആ ഒരു വാള് പോലത്തെ ആ ഒരു ടോയ് വെച്ചിട്ട് ഇവനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ശ്രദ്ധിച്ച് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ഒരു റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും ഫ്ലഷ് ചെയ്യുന്ന സൗണ്ട്, അതായത് ബാത്റൂമിൽ നിന്ന് ഫ്ലഷ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്കിൾ ഡങ്കൻ ആയിരുന്നു വരുന്നത്. അപ്പോൾ അങ്കിൾ ബാത്റൂമിൽ പോകാനായിട്ട് വന്നതാണ്. അങ്കിൾ ഡങ്കൻ ഇവൻ്റെ തോളത്തൊന്ന് തട്ടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്താ നീ ചെയ്യുന്നത്, കളിക്കുവാണോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്.
പെട്ടെന്ന് ബോഡി അവന്റെ കയ്യിലിരിക്കുന്ന പാവകൾ പറയുന്നുണ്ട് കുറച്ചും കൂടെ വലിയ വെപ്പൺ നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് അവൻ പോയിട്ട് അച്ഛന്റെ ചിതാഭസ്മം ഇരിക്കുന്നിടത്ത് ഒരു വാളുണ്ടായിരുന്നു, ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കില്ലേ 2 വാളുകൾ, അതിനകത്തുനിന്ന് വാളെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവന് വീണ്ടും ദൂരത്തുനിന്ന് ഈ ഒരു വിസ്പറിങ്, കേസ് കണ്ടുപിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു വിസ്പറിങ് കേൾക്കില്ലേ, ആ ഒരു വിസ്പറിങ് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൻ ചെന്നിട്ട് അടുത്തുള്ളൊരു റൂം തുറക്കുമ്പോൾ അവിടെ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു വാക്വം ക്ലീനർ ഉണ്ടായിരുന്നു. ആ ക്ലീനറിനകത്തുനിന്ന് അവനൊരു കീ കിട്ടുകയാണ്. അത് എങ്ങനത്തെ കീ ആന്ന് വെച്ചാൽ ഒരാളുടെ മുഖം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് പോലത്തെ ഒരു കീ, അതിനെ ഹെഡ് കീ എന്ന് വിളിക്കാം. ആ ഒരു കീ ആണ് ബോഡിക്ക് ആ വാക്വം ക്ലീനറിൽ നിന്ന് കിട്ടിയത്. അവിടുന്ന് കെട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ടെയ്ലറിനെയും കെൻസിനെയാണ്. അവർ ആ ഒരു ഫ്രണ്ടിന്റെ കാറിൽ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. കെൻസി ഇവന്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഫ്രണ്ടിന്റെ ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാറ് പാർക്ക് ചെയ്യുന്നിടത്താണ് ഈ ഒരു ഫ്രണ്ട് നിന്ന് കാറ് പാർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം കൂടി തിരിച്ച് ക്ലാസ്സിലോട്ട് വന്ന് കയറുമ്പോൾ ഈതൻ കഴിഞ്ഞ പാർട്ടിയിൽ ടൈലറിനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഈതനെ വെച്ചിട്ട് ഈ ഫ്രണ്ട്സ് ടൈലറിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് പെയർ ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ടൈലറിന് ഈതനെ ഇഷ്ടമൊന്നും അല്ല. അപ്പോൾ ഇത് കേട്ടോണ്ട് ജാക്കി അതുവഴി വരുന്നുണ്ട്. അപ്പം ജാക്കി ഇത് കേൾക്കും കൂടെ ചെയ്തു. അപ്പോൾ ടൈലറിന് ആകെ വല്ലാണ്ട് ആവുന്നുണ്ട്. അവിടെ നിന്നിട്ട് വീണ്ടും കീ ഹൗസിലാണ് കാണിക്കുന്നത്. അവിടെ നീന അവിടെയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നീന ഇതൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിയിൽ നിന്ന് എല്ലി എന്നൊരു സ്ത്രീ വരുന്നുണ്ട്. അവരൊരു ചുരുണ്ട മുടിക്കാരി. അവർ വന്നിട്ട് ഞാൻ എല്ലി, എന്റെ മകനാണ് ഇവിടുത്തെ ഗ്രൗണ്ടിലെ വൃത്തിയാക്കല് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റൂഫസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീന അവരെ അകത്തോട്ട് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവര് ഒരു ജിന്നൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് നീനയ്ക്ക്. അപ്പോൾ നീന ഇതൊക്കെ എടുത്ത് മേടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലി പറയുന്നുണ്ട് നിങ്ങളുടെ മക്കളൊക്കെ അക്കാഡമിയിലൊക്കെ പോയി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ നീന പോയി, ഇന്നോട്ടാണ് പോയി തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഞാനും നിങ്ങളുടെ ഹസ്ബൻഡും ഒരുമിച്ചാണ് പഠിച്ചത് അക്കാഡമിയിൽ എന്ന് എല്ലി പറയുന്നുണ്ട്. അപ്പോൾ നീന പറയുന്നുണ്ട് ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ റെൻഡലിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുള്ള ഒരാളാണ് എല്ലി. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നീന കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലിയുടെ ബോയ് ഫ്രണ്ട്, അതായത് എല്ലിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ എല്ലി നിൽക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. നീന പറയുന്നുണ്ട് അത് ബോയ് ഫ്രണ്ട് ആണല്ലേ? എല്ലി പറയുന്നുണ്ട് അതെ ബോയ് ഫ്രണ്ട് ആണ്, മാത്രമല്ല റെൻഡലിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു അയാൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ റെൻഡൽ നിങ്ങളെപ്പറ്റി ആരെപ്പറ്റിയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് നീന പറയുന്നുണ്ട്. ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു നോട്ടവും നീന എല്ലിനെ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നീനയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്, അക്കാഡമിയിൽ നിന്ന് ഫീസ് അടച്ചിട്ടില്ല, എന്നത്തേക്കാണ് അടയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നീന ആ ഒരു കോളിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞപ്പോൾ എല്ലി പെട്ടെന്ന് അവിടുന്ന് പോകാനായിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ എല്ലി അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ ബോഡിയാണ് കാണിക്കുന്നത്. ബോഡി ആ ഒരു ഹെഡ് കീ വെച്ചിട്ട് പല ഡോറിലും കൊണ്ടുവന്ന് കീ ഇട്ട് തുറന്നു നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡോറും ആ ഒരു കീ വെച്ച് തുറക്കാൻ പറ്റുന്നില്ല. ബോഡി അങ്ങനെ പതിയെ അവരുടെ ആ ഒരു വെളിയിൽ ബാക്ക് യാർഡിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ഷെഡ് ഹൗസ് കാണുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു കീ ആ ഒരു ഷെഡ് ഹൗസ് തുറക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് അത് വെച്ചിട്ട് തുറക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടോട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ബോഡി പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. നോക്കുമ്പോൾ റൂഫസ് ആയിരുന്നു. റൂഫസ് ആണ് അവിടുത്തെ ആ ഒരു ബാക്ക് ഹാൻഡിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതെന്നല്ലേ ഓൾറെഡി എല്ലി പറഞ്ഞിട്ടുണ്ടല്ലോ. റൂഫസിനെയാണ് ആദ്യമേ ഇവർ നാട്ടിലോട്ട് വന്ന സമയത്ത് ആ ഒരു ഐസ്ക്രീം പാർലറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു പാവ പൊക്കി കാണിച്ചില്ലേ, സെയിം ആൾ തന്നെയാണ് റൂഫസ്. ബുദ്ധിവാസം കുറച്ച് കുറവുള്ള ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ വരുന്ന കണ്ടപ്പോൾ ബോഡി ഞെട്ടിയല്ലോ. അപ്പോൾ ബോഡിയോട് സോറി പറയുന്നുണ്ട്, സോറി ഞാൻ നിങ്ങളെ പേടിപ്പിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പരിചയപ്പെടുന്നുണ്ട്, പരസ്പരം പരിചയപ്പെടുകയാണ്. എന്നിട്ട് അവരുടെ പാവയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബോഡി പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരേ പാവയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ റൂഫസ് തിരുത്താണ്, ഒരേ പാവയാണ്, പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ്, അതായത് ആ ഒരു മെഷീൻ ഗൺസിന്റെ സീരിയൽ നമ്പറൊക്കെ വ്യത്യാസമുണ്ട്, എന്റെയാണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബോഡിക്ക് മനസ്സിലായി റൂഫസിന് കുറച്ചും കൂടെ ഈ വെപ്പൺസിനെ പറ്റിയുള്ള ഗ്രാഹ്യം കുറച്ചുകൂടെ ഉണ്ടെന്ന്. അപ്പോൾ ബോഡി പറയുന്നുണ്ട് നിനക്ക് വെപ്പൺസിനെ പറ്റിയൊക്കെ നല്ലതായിട്ട് അറിയാലോ അല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വെപ്പൺ വേണം, എനിക്ക് ഒരാളെ ട്രാപ്പ് ചെയ്യണം, പക്ഷെ അത് ആരാണെന്നോ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വെപ്പൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് റൂഫസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷെഡ് തുറന്നിട്ട് ഒരു ട്രാപ്പ്, അതായത് ഈ മൃഗങ്ങളെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ട്രാപ്പ് എടുത്ത് ബോഡിക്ക് കൊടുക്കുന്നുണ്ട്. ബോഡിയോട് എന്നിട്ട് പറയുന്നുണ്ട് കെയർഫുൾ ആയിരിക്കണം, ചിലപ്പോൾ നിന്റെ കൈ തന്നെ ഇതിനകത്ത് വീണിട്ട് അറ്റുപോകാൻ സാധ്യതയുണ്ട്. ഇത് വെക്കുന്ന സമയത്ത് ആ ഒരാൾക്ക് ഏറ്റവും ആവശ്യമുള്ള എന്താണോ ആ സാധനം വേണം ഇതിന്റെ പുറത്ത് വെക്കാൻ. അപ്പൊ അവരിങ്ങനെ എടുക്കുന്ന സമയത്ത് ട്രാപ്പ് ആയിക്കോളും എന്നുള്ള രീതിയിൽ ബോഡിയോട് റൂഫസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡജിനെയാണ്, അതായത് എക്കോ ലേഡി. അവരുടെ പേര് ഡജ് എന്നാണ്. ഡജിനെയാണ്. ഡജ് നമ്മുടെ എനിവയർ കീ, എവിടെയും പോകാൻ പറ്റുന്ന കീ ഇല്ലേ, ആ ഒരു കീ വെച്ചുകൊണ്ട് ഒരു ടേബിളിൽ ഇങ്ങനെ കുത്തി അങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡജ് ഇപ്പോൾ ഉള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവൾ ആ ഒരു വെയിട്രസിനോട് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട്
റെസ്റ്റ് റൂം കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് അവള് നേരെ പോകുന്നത് ആ ഒരു എനിവെയർ കീ വെച്ചിട്ട് ഒരു ഡ്രസ്സ് കടയിലോട്ടാണ്. ആ ഡ്രസ്സ് കടയിൽ നിന്ന് ഡ്രസ്സ് ഇട്ടതിന് ശേഷം അടുത്തത് ജുവലറി ഒക്കെ എക്സിബിഷൻ നടത്തില്ല, അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ജ്വല്ലറി മോഷ്ടിച്ചിട്ട് അടുത്ത സ്ഥലത്ത് ഒരു പാർട്ടിയിൽ ചെല്ലുന്നുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് ഒരു ചെറുക്കനെ വശീകരിച്ച് ഒരു റൂമിൽ കൊണ്ടുപോയി അവനെയും കൊന്നു കളഞ്ഞിട്ട് ഈ ഡച്ച് ഇങ്ങനെ അവിടെ ചെയ്യുന്ന ഇങ്ങനെ എനിവെയർ കീ വെച്ചിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് കെട്ടായി വീണ്ടും നമ്മളെ കെൻസിനെയാണ് കാണിക്കുന്നത്. കെൻസി കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ എടുത്തുകൊണ്ട് ആരും ഇല്ലാത്തൊരു ബെഞ്ചിൽ വന്നിരിക്കുന്നുണ്ട്. അവൾ ആകപ്പാട് പാനിക്കാണ്, ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് അവളുടെ ഫേസ് ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് ടൈലറും വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കെൻസി അവനെ വിളിക്കുന്നുണ്ട് കൈപൊക്കി, പക്ഷെ അവളെ മൈൻഡ് ചെയ്യാതെ ടൈലർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ അവൾ ഒന്നുകൂടെ ഡെസ്പ് ആവുന്നുണ്ട്. പെട്ടെന്ന് അവിടോട്ട് സ്കോട്ട് വരുന്നുണ്ട്, അതായത് ആ ഐസ്ക്രീം പാർലറിൽ പോയി അവൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം നടന്നതിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവൻ്റെ ഫിലിമിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈതൻ അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാൻ പോയതാണ്, എന്തായാലും ഞാൻ ഇന്ന് വരാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം റൂഡായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ല ഈതന്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈതൻ, കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈതൻ അങ്ങനെ പോയി കഴിയുമ്പോൾ സ്കോട്ട് അവളോട് പറയുന്നുണ്ട്, അതായത് കെൻസിയോട് പറയുന്നുണ്ട്, ഈതനാണ് എൻ്റെ മൂവിയിലെ ഹീറോയിൻ, മൂവിയുടെ പേര് സ്പ്ലാറ്ററിംഗ് എന്നാണ്. ഈ ഒരു മൂവിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനയാണ്. നീന കുട്ടികളുടെ ട്യൂഷൻ ഫീ അടയ്ക്കാനായിട്ട് ആ ഒരു അക്കാഡമിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ജോ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ നീന എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ലോക്ക്, മിസ്സസ് ലോക്ക്? അപ്പോൾ നീന പറയുന്നത്, അതെ, എന്ത് പറ്റി? ഞാൻ നിങ്ങളുടെ മകനെ പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ, ടൈലറിനെ. ടൈലർ അത്യാവശ്യം ക്വയറ്റാണ്, കുറച്ചുകൂടെ ആക്റ്റീവ് ആവാനൊക്കെ ഉണ്ട്, എന്തായാലും ഞാൻ അവനെ നോക്കിക്കോളാം, കാരണം വെച്ചാൽ അവൻ്റെ ഫാദറിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നീന അത്ഭുതപ്പെടുന്നുണ്ട്, റെന്റലിനെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ അവനെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജോയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീന എടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ എല്ലിയൊക്കെ ഇവരുടെ കൂടെ പഠിച്ചാണോ എന്നുള്ള രീതിയിൽ. അതെ, എല്ലിയൊക്കെ അവരുടെ കൂടെ പഠിച്ചാണ്, ലൂക്കാസ്, എല്ലി, ഇവരൊക്കെ ഭയങ്കര വലിയ ഗാങ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജോയ്ക്ക് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ജോയ് ചോദിക്കുന്നുണ്ട്, നീനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? നീന പറയാണ്, ഇല്ല പറഞ്ഞിട്ടില്ല, എന്നോട് റെന്റിൽ പറഞ്ഞത് അവൻ ഒറ്റയ്ക്കായിരുന്നു വളർന്നത് എന്നാണെന്ന് പറഞ്ഞു. ചെറുപ്പത്തിൽ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഒരു സർട്ടൺ പോയിന്റ് എത്തിയപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു ഹാങ് ഔട്ട് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ജോ. എന്നിട്ട് ജോ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്തായാലും അവർക്ക് സംഭവിച്ച ആ ഒരു ട്രാജഡി ഇല്ലേ, അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ നീനോട് പറയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് നീനോട് പറയുന്നില്ല. അപ്പോൾ തന്നെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ നിന്ന് ഒരു ലേഡി വന്നിട്ട് നീനെ വിളിക്കുന്നുണ്ട്, ഒരു സിഗ്നേച്ചറും കൂടി വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ജോയും പറയുന്നുണ്ട്, എനിക്കൊരു ക്ലാസ് ഉണ്ട്, അത്യാവശ്യമാണ്, ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്, നീന ക്യാരി ഔട്ട് ചെയ്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടോളൂ എന്നുള്ള രീതിയിൽ ജോ പറഞ്ഞിട്ട് ജോ പോകുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മൾ കാണിക്കുന്ന ടൈലറിനെയാണ്. ടൈലർ ജാക്കിനെ തിരക്കി ഒരിടത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജാക്കി ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എയ്ഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്യാമ്പയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്, ആള് കോർഡിനേറ്റർ ആണ്. ആ ഒരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ഹോളിൽ. അവിടോട്ട് ടൈലർ ചെല്ലുന്നത്. അപ്പോൾ ടൈലർ ചെല്ലുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടൈലർ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അതിനല്ല വന്നത്, ഞാൻ വേറൊരു കാര്യം പറയാനായിട്ടാണ്. ഇന്നലെ ഞാനും ഈതനും തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാക്ക് ശരിക്കും അവനോട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. അവള് ടൈലറിനോട് പറയുന്നുണ്ട്, ഈതൻ എൻ്റെ ഫ്രണ്ടാണ്, അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ടൈലർ നീ ഒന്നെങ്കിൽ ഒരു നല്ല കുട്ടിയാവോ അല്ലെങ്കിൽ ചീത്ത കുട്ടിയാവോ, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കൂല എന്നുള്ള രീതിയിൽ ടൈലറിനെ ഇൻസൾട്ട് ചെയ്ത് അവിടുന്ന് അവള് പറഞ്ഞു വിടുന്നുണ്ട്. ടൈലറും ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ വിഷമിച്ച് ഇറങ്ങി പോരുന്നുണ്ട്. അവിടുന്ന് കേട്ടായി ടൈലർ ആളുടെ ഒരു മെമ്മറിയിലോട്ടാണ് പോകുന്നത്, അതായത് അച്ഛൻ്റെ ഒരു ഓർമ്മയിലോട്ട്. അച്ഛൻ്റെ ക്യാബിനിലോട്ട് ടൈലർ ചെല്ലുന്നുണ്ട്. അപ്പോൾ ടൈലറിനോട് അച്ഛൻ ഇരിക്കാൻ പറയുന്നുണ്ട്. ടൈലറും അച്ഛനും തമ്മിൽ ഭയങ്കര കൂട്ടൊന്നും അല്ല. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് സാമിനെ അറിയാമോ? അവൻ പറയുന്നുണ്ട്, ആ സാമിനെ അറിയാം, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ സാമിനോട് ഫ്രണ്ട് ആവാൻ പറയുന്നുണ്ട്. ടൈലർ പറയുന്നുണ്ട്, ഒരു കൗൺസിലറിന്റെ മകനാണെന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ബുള്ളിയും കിട്ടുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഫ്രീക്കിന്റെ ഒക്കെ കൂടെ നടന്നാൽ എനിക്ക് ഒന്നും കൂടെ പേരുദോഷം കിട്ടത്തേ ഉള്ളൂ, എന്നെ ആൾക്കാർ കളിയാക്കത്തേ ഉള്ളൂ എന്നൊക്കെ ടൈലർ അച്ഛനോട് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നുണ്ട്, ഇതൊരു കമാൻഡാണ്, ഞാൻ നിന്നോട് പറയല്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും ഉള്ള ഒരു ആ ഒരു റിലേഷനാണ് കാണിക്കുന്നത്. കാരണം അച്ഛനോട് അവന് ഭയങ്കര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, കാരണം അച്ഛൻ ഇവനോട് എല്ലാ കാര്യവും ചെയ്യണം, പറയണം, നടത്തണം എന്നുള്ള രീതിയിൽ കമാൻഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ അത് ആ ഒരു ഓർമ്മയിൽ നിന്ന് അവനിങ്ങനെ പുറത്ത് വരുമ്പോൾ പെട്ടെന്ന് ആരോ അവനെ വിളിക്കുന്നുണ്ട്. ആരാന്ന് വെച്ചാൽ നീനയായിരുന്നു. നീന അവനെ കാണാനായിട്ട് കോളേജിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ ഫീ അടയ്ക്കുന്ന സമയത്ത് മകനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ മകനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നീന പറയുന്നുണ്ട്, നീ എന്തായാലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിൽ സന്തോഷം, പുതിയ പുതിയ കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്യുന്നതിൽ സന്തോഷം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, അങ്ങനെയൊന്നും അല്ല, ഞാൻ ജസ്റ്റ് വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, എനിക്ക് എല്ലാവരും പരിചയം പോലും ഇല്ല,
പോലെ എന്നുള്ള രീതിയിൽ അമ്മയോട് കുറച്ച് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നീനയും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് സന്തോഷം എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നീന പറയുന്നുണ്ട്. അങ്ങനെ റെൻഡലിനോട് ബൈ പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് റെൻഡൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ റെൻഡൽ വന്ന ഒരു കാർ ഉണ്ടല്ലോ, ആ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇട്ടിരുന്ന റെൻഡലിന്റെ ഫ്രണ്ടിന്റെ കാറ്, ആ ഒരു കാറ് 2 കാലും ഇല്ലാത്ത ഒരു കുട്ടി വന്നിട്ട് അവന്റെ കയ്യിലുള്ള കീ വെച്ചിട്ട് ഈ ഒരു കാറ് പോറലേൽപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ടൈലർ ഇത് കാണുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ പ്രതികരിക്കുന്നൊന്നുമില്ല. അയാളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്ന ബോഡിനെയാണ്. ബോഡിയും അമ്മയും കൂടെ നീനയും കൂടി ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കത്തി, കടാര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് ബോഡി ആ ഒരു കടക്കാരനോട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കീ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഹെഡ് കീ കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഇത് നോക്കിയിട്ട് ഇത് 17ാം സെഞ്ചുറിയിൽ എന്തോ ഉണ്ടാക്കിയതാണ്, ഞാൻ ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള അയൺ കീ ഒന്നും കണ്ടിട്ടില്ല, എന്തായാലും എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുക്ക് എന്നുള്ള രീതിയിൽ ഒരു ബോക്സ് കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തിരിയുന്ന സമയത്ത് ഇയാളുടെ കഴുത്തിന്റെ പുറകിലായിട്ട് ഈ ഒരു കീ ഇടാനുള്ള കീ ഹോള് ബോഡി കാണുന്നുണ്ട്. അപ്പോൾ ബോഡി പതിയെ ഇത് ഇടാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഭാഗ്യത്തിന് അയാൾ തിരിയുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നീനേനെയാണ് കാണിക്കുന്നത്. നീന വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കത്തി കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു ഹാമർ കാണുന്നുണ്ട്, ഒരു ചുറ്റിക. അപ്പോൾ ആ ചുറ്റിക കാണുമ്പോൾ അവളുടെ പഴയ ഓർമ്മയിലോട്ട് അവൾ എത്തുകയാണ്. അതായത് സാം അവരുടെ ഫാമിലി അറ്റാക്ക് ചെയ്ത ദിവസം റെൻഡലിനെ കൊന്നതിന് ശേഷം കെൻസിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിന്റെ അച്ഛനോട് ചോദിക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ അച്ഛൻ മരിച്ചില്ലേ, ഇനിയിപ്പോൾ നീ പറ എന്നുള്ള രീതിയിൽ കെൻസിനെയും ബോഡീനെയും ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നീന കാലിൽ ഓൾറെഡി ബുള്ളറ്റ് കയറിയിരുന്നല്ലോ, എങ്ങനെയും ഇഴഞ്ഞു ചെന്നിട്ട് അവൻ്റെ തല ആ ഒരു ഹാമർ വെച്ച് അടിച്ച് പൊട്ടിക്കുന്നതായിട്ട് അവൾക്കൊരു ഓർമ്മ വരികയാണ്. ആ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ആ പുതിയ ഹാമറിൽ ഇരിക്കുന്ന പോലെ അവൾക്ക് അങ്ങനെ തോന്നുകയാണ്. അങ്ങനെ അവൾ ആ ഹാമറും അവിടെ വെച്ചിട്ട് ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് കെട്ടായി വീണ്ടും കെൻസിനെയും ടൈലറിനെയാണ് കാണിക്കുന്നത്. കെൻസി അങ്ങനെ അവളുടെ ലോക്കറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ടൈലറും അങ്ങോട്ട് വരുന്നുണ്ട്. ടൈലർ അവളോട് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ന് ചോദിക്കുമ്പോൾ കെൻസി പറയുന്നുണ്ട്, ആ നല്ല ദിവസമായിരുന്നു, എൻ്റെ ബ്രദർ വരെ എന്നെ കണ്ടിട്ടില്ലാത്ത പോലെ ഇന്നേ വരെ കാണാത്തൊരു സ്ട്രേഞ്ചറിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ടൈലർ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ആകെ ഫെഡപ്പാണ്, എൻ്റെ മൂഡ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പോലും വരാഞ്ഞത് എന്നുള്ള രീതിയിൽ ടൈലർ പറയാണ്. അപ്പോൾ കെൻസിയും പറയുന്നുണ്ട്, ആ ശരിയാ, എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, വല്ലാത്തൊരു പന്ന ദിവസമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ടൈലറിൻ്റെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാർ വെളിയിൽ വെയിറ്റിംഗ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ കെൻസി പറയുന്നത് ബാക്കി കേൾക്കാതെ പെട്ടെന്ന് ടൈലർ അവിടെ നിന്ന് പോവാണ്, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് എല്ലേനെയാണ്. എല്ലാ കീ ഹൗസിലോട്ട് വരികയാണ് റൂഫസിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ റൂഫസ് ഇവിടെ ഇല്ല, വെള്ളോട്ടൊന്ന് പോയി എന്നുള്ള രീതിയിൽ നീന പറയുന്നുണ്ട്. എന്നിട്ട് നീന അവളെ കാപ്പി കുടിക്കാനായിട്ട് അകത്തോട്ട് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുന്ന് കാപ്പി കുടിക്കുന്ന സമയത്ത് നീന ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ട്രാജഡി നടന്നെന്ന് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു അത് എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലി പറയാണ്, ഞങ്ങളുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാർട്ടി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ആ ആക്സിഡൻറ്റിൽ ഞങ്ങളുടെ 3 ഫ്രണ്ട്സ് മരിച്ചുപോയി, എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നീന പറയുന്നുണ്ട്, ഒരിക്കൽ പോലും റെൻഡൽ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ എല്ലി പറയുന്നുണ്ട്, ചിലപ്പോൾ മേ ബി അവനത് തിരിച്ച് പറയണമെന്നോ അത് ഓർമ്മിക്കണമെന്നോ തോന്നുന്നുണ്ടാവില്ല, കാരണം അത്രയ്ക്ക് വിഷമമുള്ള കാര്യമായിരുന്നു ഞങ്ങൾക്കെല്ലാം, അതുകൊണ്ടായിരിക്കും മേ ബി അവൻ പറയാത്തത് എന്നുള്ള രീതിയിൽ എല്ലാ നീനയോട് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലി പറയുന്നുണ്ട്, ലൂക്കസിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു, എല്ലാവരും വിചാരിക്കും അതൊക്കെ ഒരു ടീനേജ് പ്രണയം മാത്രമാണ്, അത് മാറിപ്പോവും എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിക്കുക, പക്ഷേ സംതിങ് സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് എന്നുള്ള രീതിയിൽ എല്ലാം പറയുന്നുണ്ട്. എല്ലാം ഇതുവരെയും കല്യാണവും കഴിച്ചിട്ടില്ല. അങ്ങനെ അവർ സംസാരിക്കുന്നതും കാണിച്ചുകൊണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡീനെയാണ്. ബോഡി ആ ഒരു ട്രാപ്പ് ഒക്കെ കൊണ്ടുവന്ന് അവന്റെ ബെഡിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു കീയും എടുത്ത് വെക്കുന്നുണ്ട്. അവിടുന്ന് കട്ടായ വീണ്ടും നമ്മളെ ടൈലറിനെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അവർ ലിക്കർ ഷോപ്പിൽ പോയിട്ട് അവർക്ക് ബിയർ മേടിക്കാനായിട്ട് തുടങ്ങാണ്. അപ്പൊ അവിടെ തന്നെ ആ ഒരു കാലില്ലാത്ത 2 കാലും ഇല്ലാത്ത ആ ഒരു ചെറുക്കനല്ലേ അവനുണ്ടായിരുന്നു. അപ്പൊ അവനോട് അവന്റെ ഫ്രണ്ട്സ് ടൈലറിന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്റെ കാറ് ആരോ കീ വെച്ച് ഉരച്ചു, ആരാന്ന് അറിയാം എന്നൊക്കെ അവര് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കാലില്ലാത്തവനാണ് ശരിക്കും അത് ചെയ്തത്, പക്ഷെ അവൻ അത് അറിയാത്ത പോലെ എനിക്ക് അറിയില്ല, എന്തായാലും അതിനി റീപെയിന്റ് ചെയ്യണോ അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ടൈലറിന് അറിയാം ഇവനാണ് ചെയ്തതെന്ന്, പക്ഷെ ടൈലർ കാണിച്ചൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ തിരിച്ച് അവര് 2-3 ബിയർ എടുത്ത് അവരുടെ ജാക്കറ്റിലൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. കൂടാതെ ടൈലറിന്റെ ജാക്കറ്റിൽ ഒരെണ്ണം ഒളിപ്പിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവർ 18 വയസ്സ് തികയാത്തവരായതുകൊണ്ട് ഇവർക്ക് ലിക്കർ വാങ്ങിക്കാൻ പറ്റില്ല, ബിയർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ പതിയെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഷോപ്പിലെ ആള് ഇവരെ തടയുന്നുണ്ട്. നിങ്ങൾ നിൽക്കി, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവന്റെ ഫ്രണ്ട്സ് ഇയാളെ തള്ളി മറിച്ചിട്ടിട്ട് ഓടുന്നുണ്ട്. പക്ഷെ ടൈലറിന് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ടൈലർ അവന്റെ കയ്യിൽ നിന്ന് കുപ്പി കൊടുത്തിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ അയാൾ പോലീസിനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാല് ഇല്ലാത്ത ആൾ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഇവർ വാങ്ങിച്ചത്, ഇവന് ആ ഒരു കീ ഹൗസിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ചെറുക്കനാണ് എന്നുള്ള രീതിയിൽ ആ ഷോപ്പുകാരനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലില്ലാത്തവന് 18 വയസ്സ് തികഞ്ഞതായിരുന്നു. സോ അവന് ലീഗലി വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ക്യാഷും പേ ചെയ്ത് അവരവിടെ നിന്ന് ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി വീണ്ടും നമ്മളെ ബോഡീനെയാണ് കാണിക്കുന്നത്. ബോഡി അവൻ്റെ റൂമിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ട് ഡജ് വരുന്നുണ്ട്. അവൾ വന്നിട്ട് ബോഡിയോട് പറയുന്നുണ്ട്, സോറി ബോഡി, ഞാൻ കുറേ സ്ഥലത്തൊക്കെ പോയി, നിനക്കായിട്ട് ഞാനൊരു ടെഡി വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബെഡിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കീ ഇരിക്കുന്നു. ഓ, നീ പുതിയ കീ കണ്ടുപിടിച്ചോ എന്നുള്ള രീതിയിൽ ഡച്ച് അത് പോയി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ട്രാപ്പ് വർക്കായിട്ട് ഡജിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പാവക്കുട്ടിയുടെ മുഖം പകുതി പോവാണ്. അപ്പോൾ ഡജ് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന്, നീ ട്രാപ്പിലാക്കാൻ നോക്കുമായിരുന്നു അല്ലേ ബോഡി എന്നുള്ള രീതിയിൽ അവർ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ ബോഡി പറയാണ്, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ഒന്നും അല്ല, നീ എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു, നീ എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡച്ച് പറയാണ്, നീ ഇനി ഏത് കീ കണ്ടുപിടിച്ചാലും എന്നോട് പറഞ്ഞേക്കണം, എനിക്ക് തരണം എന്നുള്ള രീതിയിൽ അവൻ്റെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ച് വല്ലാതെ ബോഡീനെ ഉപദ്രവിച്ചിട്ട് അവിടുന്ന് ഡച്ച് ആ ഒരു എനിവെയർ കീ ഉപയോഗിച്ച് വേറെ സ്ഥലത്തോട്ട് മാറിപ്പോകുന്നുണ്ട്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസിനെയാണ്. കെൻസി സ്കോട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവരുടെ ഫിലിം സ്പ്ലാറ്ററിങ് ഷൂട്ട് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ ഈഡനാണ് അതിൻ്റെ നായിക. അങ്ങനെ അവര് അവിടുന്ന് ഗേബ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ കൂടി പരിചയപ്പെടുന്നുണ്ട്. ഗേബാണ് അപ്പോൾ മോൺസ്റ്റർ സ്ക്രാബ് ആയിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അവൻ അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പം കെൻസി അത് കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. ആ ഒരു മാസ്ക് ഒക്കെ ഊരി ഗേബ് കെൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവർ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് സ്കോട്ടിന്റെ തല ആ ഒരു സ്ക്രാബ് വന്നിട്ട് ഇറക്കുന്ന സമയത്ത് ബ്ലഡ് തെറിക്കണം, അപ്പോൾ ഈതന്റെ ദേഹത്തോട്ട് തെറിക്കണം, അങ്ങനെയാണ് സ്ക്രിപ്റ്റ് വരുന്നത്. അപ്പോൾ ഈതൻ ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് ഈതൻ പറയാണ്, അതൊന്നും പറ്റത്തില്ല, എൻ്റെ ദേഹത്തോട്ടൊന്നും ബ്ലഡ് ഒഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ബ്ലഡ് ഒഴിച്ചില്ലെങ്കിൽ സ്ക്രിപ്റ്റ് എങ്ങനെയാ വർക്കാവുന്നത്, ശരിക്കും ഇതിന്റെ പേര് തന്നെ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ഈതൻ തീരുമാനം സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ബ്ലഡ് തന്നെ വേണം, ഈതൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഈതൻ പറയാണ്, നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ. അങ്ങനെ ലാസ്റ്റിൽ ബ്ലഡ് ഒഴിക്കുക തന്നെ വേണം, പക്ഷേ ഈതന് താല്പര്യമില്ലെങ്കിൽ ഈതൻ പൊക്കോട്ടെ എന്നുള്ള ഡിസിഷൻ വരുവാണ്. അങ്ങനെ ഈതൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് പതുങ്ങി വെച്ച് നിൽക്കുമ്പോൾ സ്കോട്ടിൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു ചുരുണ്ടുമുടുക്കാരി. അവൾ പറയുന്നുണ്ട്, എന്നാൽ കെൻസി ചെയ്യട്ടെ. അപ്പോൾ സ്കോട്ട് പറയുന്നുണ്ട്, ഓ വേണ്ട വേണ്ട, കെൻസിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ കെൻസി എടുത്ത് പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കെൻസി പറയാണ്. അങ്ങനെ കെൻസി ഈ ഒരു സീൻ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ സ്കോട്ട് സീനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി കൂട്ടുകാരെല്ലാം കൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഓക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് റെഡി ആക്ഷനൊക്കെ പറയുന്ന സമയത്ത് കെൻസി അങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെ സ്കോട്ടിന്റെ ഡമ്മിയുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡമ്മിയാണ് വെച്ചേക്കുന്നത്. ഇവരിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ക്രാബ് വന്നിട്ട് ഇയാളുടെ തല അറക്കണം, അങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വരുന്നത്. അങ്ങനെ കെൻസി ആ ഒരു സ്കോട്ടിന്റെ പ്രതിമയുടെ അടുത്ത് വന്നിരിക്കുന്നു. ആ ഒരു ക്രാബ് വരുന്നു. ക്രാബ് സ്കോട്ടിന്റെ തല അറക്കുന്നു. പെട്ടെന്ന് എല്ലാവരും സൈഡിൽ നിന്ന് ബ്ലഡൊക്കെ തെറിപ്പിക്കുന്ന സമയത്ത് കെൻസി അലറണം, അതാണ് സ്ക്രിപ്റ്റ്. പക്ഷെ കെൻസിക്ക് ഈ ഒരു ബ്ലഡൊക്കെ കണ്ടിട്ട് അവിടെ പഴയ ഓർമ്മ ട്രിഗർ ആകുന്നുണ്ട്. അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല, അവൾ സ്റ്റക്കായി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കെൻസി എല്ലാവരും വിളിക്കുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ കെൻസിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കെൻസി സോറി പറയുന്നുണ്ട്. ആ ഒരു ഷൂട്ടും അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. സ്കോട്ട് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും മുഖത്ത് ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. കാരണം അത്രയും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സീൻ ഉണ്ടാക്കാനായിട്ട്. അവിടെ കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനയാണ്. നീനയും ഡെങ്കനും കൂടി ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡെങ്കനാണ് അവളെ സഹായിച്ചത്. ടൈലറും കെൻസിയും അവരുടേതായിട്ടുള്ള പാർട്ടിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാത്രം ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്, ബോഡിയും ഇല്ല. അവൾ പറയുന്നുണ്ട്, സോറി ഡെങ്കൻ, അവർ പാർട്ടിയിലൊക്കെയാണ്, അതുകൊണ്ടാണ് ലഞ്ചിന് വരാഞ്ഞത്, എന്തായാലും നീ എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. എല്ലിയൊക്കെ പറഞ്ഞില്ലേ ലൂക്കാസ് ഒക്കെ മരിച്ച കഥ, ആ ഒരു കാര്യം ഡെങ്കനോട് ചോദിക്കുമ്പോൾ ഡെങ്കൻ ഇതൊന്നും ഓർമ്മയില്ല എന്നാണ് നീനയോട് പറയുന്നത്. നീന അങ്ങനെ എടുത്തെടുത്ത് ഡെങ്കനോട് ഓരോ കാര്യം ചോദിക്കുമ്പോൾ ഡെങ്കൻ പറയാണ്, അത്രയും നാളത്തെ എൻ്റെ ഒരു മെമ്മറി വാഷ് ഔട്ട് ആയതുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ വരാത്തത് തന്നെ എന്നുള്ള കാര്യം ഡെങ്കൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കെൻസി കയറി വരുന്നത്, ദേഹത്ത് നിറയെ ബ്ലഡ് ആയിട്ട്. ആദ്യം നീന ഒന്ന് പാനിക് ആവുന്നുണ്ട്. കെൻസി പറയുന്നുണ്ട്, ഇത് എഡിബിൾ ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ബ്ലഡ് ആണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കെൻസി നേരെ റൂമിലോട്ട് ഓടി പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനെ പറ്റി ഓർത്ത് കരയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റ് കൊടുത്ത സമയത്ത് നീയും നിൻ്റെ ബ്രദേഴ്സും എപ്പോഴും അടുത്തുണ്ടാവണം, എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണം, എൻ്റെ ഫാമിലി പോലെ ആവരുത്, ഞങ്ങൾ പലരും പല വഴിക്കായിപ്പോയി എന്നുള്ള രീതിയിൽ അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് മകളെ ഒരുപാട്
സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ കെൻസി ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അവളത് ഓർത്ത് കരയുന്നുണ്ട്, അച്ഛനില്ലല്ലോ എന്നോർത്തിട്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡീനെയാണ്. ബോഡി ആ ഒരു ഹെഡ് കീ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബോഡി നെക്കിൻ്റെ അവിടെ ആ ഒരു കീ ഹോൾ വരുന്ന സമയത്ത് ആ ഒരു കീ ഹോളിലോട്ട് ആ ഒരു കീ ഇട്ട് തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ബോഡിയുടെ സെയിം റിഫ്ലക്ഷൻ പുറകിൽ വരികയാണ്. അതായത് ബോഡിയുടെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ആ ഒരു മൈൻഡ് മാത്രമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അതായത് ഫിസിക്കലി 2 ബോഡി ഉണ്ട് ഇപ്പോൾ. അങ്ങനെ ബോഡി ചുറ്റും നോക്കുമ്പോൾ ഈ പബ്ജിയിലൊക്കെ ഈ ഒരു റെസ്ക്യൂ ബോക്സ് ഒക്കെ ഇല്ലേ, അതേപോലെ ഒരു ബോക്സ് ബോഡി എന്ന് പേരെഴുതിയത് സൈഡിലായിട്ട് അവൻ്റെ റൂമിൽ തന്നെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവനത് തുറന്നു നോക്കുമ്പോൾ അകത്തുനിന്ന് കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അവൻ ഓ വാവോ എന്ന് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസിനെയാണ്. കെൻസി ടൈലർ വരാണ്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ടൈലർ കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ടൈലറിനോട് നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്, നിന്നെ എനിക്കിപ്പോൾ പേടിയായി വരുന്നു ടൈലർ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടി ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കെൻസി നോക്കുമ്പോൾ ബോഡി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ടൈലറും കെൻസിയും കൂടെ ബോഡിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് കെൻസി ബോഡീനെ വിളിക്കാനായിട്ട് പതിയെ ബോഡി എന്ന് വിളിക്കുന്നുണ്ട്. പ്രതിമ പോലെ നിൽക്കുന്ന ബോഡിയുടെ അടുത്ത് പെട്ടെന്ന് ആ ഒരു ബോക്സ് തുറന്ന് മറ്റേ ബോഡി ഇവരെ വിളിക്കുന്നുണ്ട്. ഗൈസ് ഇത് നിങ്ങൾ കാണണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ടൈലറും കെൻസിയും ആകെ കിളി പോയി. ഇതാരാ എപ്പം വന്നത്, അപ്പൊ ഈ നിൽക്കുന്ന ആരാന്നുള്ള രീതിയിൽ ടൈലർ ചോദിക്കുന്നിടത്ത് വെച്ചിട്ട് എപ്പിസോഡ് നമ്പർ 2 തീരാണ്. എപ്പിസോഡ് നമ്പർ 3 അധികം വൈകാതെ ഇടാം. ഓക്കെ ബൈ.